ഇനി താമരശ്ശേരി ചുരത്തിലേക്ക് വന്നാൽ കനത്ത മഴയാണ്. മഴയെ തുടർന്ന് ഇപ്പോൾ വീണ്ടും മണ്ണിടിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മണ്ണിടിച്ചിലുണ്ടായ അതേ സ്ഥലത്ത് തന്നെയാണ് വീണ്ടും ഈ പാറക്കഷ്ണങ്ങളും ചെളിയും ഒക്കെ റോഡിലേക്ക് കുത്തിയൊഴുകിയെത്തിയത്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ചുരത്തിലേക്കുള്ള പ്രവേശനം ഗതാഗതം ഇപ്പോൾ പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. എം കമൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. താമരശ്ശേരി ചുരത്തിലേക്കുള്ള പ്രവേശനം പൂർണ്ണമായി നിരോധിച്ചിരിക്കുകയാണ്. ലക്കിടി ഭാഗത്തു നിന്നുള്ള ചുരത്തിന്റെ കവാടമാണ് പോലീസ് വടംകെട്ടി അടച്ചിരിക്കുന്നത്. കാരണം അത്രയും അപകടകരമായ സാഹചര്യമാണ് ചുരത്തിലുള്ളത്. ഇന്ന് ഉച്ചയോടെ മഴ ശക്തമായി, ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ഉച്ചയ്ക്ക് പെയ്ത ശക്തമായ മഴയിൽ കഴിഞ്ഞ ദിവസം മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്ത് വീണ്ടും പാറക്കഷ്ണങ്ങളും മണ്ണുമൊക്കെ കുത്തിയൊലിച്ച വലിയ രീതിയിൽ വെള്ളം ഒലിക്കുന്ന സാഹചര്യമുണ്ടായി. റോഡിലേക്ക് തന്നെയാണ് ചെളിയും പാറക്കഷ്ണങ്ങളും വീണത്. പക്ഷേ അത് JCB ഉപയോഗിച്ച് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഒട്ടും സുരക്ഷിതമല്ല ചുരത്തിലൂടെയുള്ള യാത്ര എന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ ചുരം പൂർണ്ണമായും അടച്ചിരിക്കുന്നത്. ആംബുലൻസും അതുപോലെയുള്ള വളരെ എമർജൻസിയായ വാഹനങ്ങൾ മാത്രമാണ് കടത്തിവിടുന്നത്. മഴ മാറാതെ ഒരു പരിഹാരം ഇല്ല എന്നുള്ളതാണ് ജനപ്രതിനിധികളടക്കം പറയുന്നത്. കാലാവസ്ഥ ഇപ്പോൾ പ്രതികൂലമാണ്. കാലാവസ്ഥ നേരെയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാലാവസ്ഥ നേരെയായി കഴിഞ്ഞാൽ നമുക്കിത് പരിശോധിച്ച് എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നാട്ടുകാരും വലിയ ബുദ്ധിമുട്ടിലാണ് ജനങ്ങളുള്ളത്. കാരണം ഓണം അവധിയാണ്. ഇന്നലെ സ്കൂളുകളൊക്കെ അടച്ച സാഹചര്യത്തിൽ പുറത്തു പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ വയനാട്ടിലേക്ക് വരേണ്ടതുണ്ട്. അവരൊക്കെ പല ഭാഗത്തു നിന്ന് യാത്ര ചെയ്ത് കുറ്റ്യാടി ചുരം വഴിയൊക്കെ വഴിമാറി വരികയാണ്. പക്ഷേ കുറ്റ്യാടി ചുരത്തിലും വലിയ രീതിയിൽ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. ബംഗളൂരുവിൽ നിന്ന് കോഴിക്കോട് മലപ്പുറം ജില്ലയിലേക്കുള്ള കണക്ടിവിറ്റിയും ഇതോടെ കണക്ടിവിറ്റിയാണ് ഈ ചുരം. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള യാത്രക്കാരും വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. എന്തായാലും പ്രതികൂല കാലാവസ്ഥയാണ് ഇപ്പോൾ ഏറ്റവും പ്രതിസന്ധിയാകുന്നത്. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.